ഇനിയും നമുക്ക് ഈ ശ്രീമദ് ഭാഗവത ധ്യാനത്തിലൂടെ ഈ 7ാമത്തെ സ്കന്ധത്തിലെ 5ാമത്തെ അധ്യായം മുതൽക്കുള്ള ആശയങ്ങളെ കുറിച്ചിട്ടാണ് ആലോചിക്കുവാൻ ആയിട്ട് ഉള്ളത്. ആയതിനു വേണ്ടി നമുക്ക് പരിശ്രമം ചെയ്യാം. ആ രാജസൂയ സദസ്സിൽ വെച്ച് യുധിഷ്ഠിര മഹാരാജാവ് ശ്രീ നാരദ മഹർഷിയോട് വീണ്ടും ആ പ്രഹ്ലാദന്റെ പ്രത്യേകതയും മഹിമയും ഉപദേശിച്ച് അനുഗ്രഹിച്ച് പറഞ്ഞു തരണം എന്ന ആ അഭ്യർത്ഥനയെ പ്രാർത്ഥനയെ മാനിച്ചുകൊണ്ടാണ് നാരദ മഹർഷി ബാക്കിയുള്ള ഭാഗങ്ങളും തുടർന്ന് പറയുവാനായിട്ട് പോകുന്നത്. അപ്പൊ ആയതിലെ ആശയങ്ങളിൽ നിന്നും നമുക്കും എന്ത് ബോധിക്കാം, എന്ത് ബോധിക്കണം എന്നുള്ളതെല്ലാം നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഇപ്പോ പ്രഹ്ലാദന് ഏകദേശം 5 വയസ്സ് പ്രായമായി കഴിഞ്ഞിരിക്കുകയാണ്. 5 വയസ്സുകാരനായ തൻ്റെ കുട്ടിയിൽ പുത്രനിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതായ ആ വിഷ്ണു ഭക്തിയെ ഏത് രീതിയിലും നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് ഹിരണ്യകശിപു ആഴത്തിൽ ആലോചിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ സതുപദേശങ്ങളെ കൊണ്ട് ബാലബുദ്ധിയെ മാറ്റുവാൻ സാധിക്കുമെന്ന് തീരുമാനിച്ചുകൊണ്ട് ശുക്രാചാര്യരുടെ പുത്രന്മാരായിരുന്ന ശണ്ഡാമർക്കന്മാരുടെ അടുക്കലേക്ക് സ്വപുത്രനെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു. അതിനുവേണ്ടി ഒരു പുതുതായ പാഠശാല തന്നെ പ്രത്യേകം സജ്ജമാക്കുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ആ പാഠശാലയിൽ പ്രഹ്ലാദനാകുന്ന കുട്ടിയോടൊപ്പം പഠിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒത്തിരി ആ അസുര ബാലന്മാരും കുട്ടികളും ഉണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും ചേർന്നുകൊണ്ട് പഠിപ്പ് ആരംഭിച്ചു. എന്നാൽ നമ്മുടെ പ്രഹ്ലാദൻ അതീവ ബുദ്ധിമാൻ ആയിരുന്നു. മാത്രമാണോ? അല്ല, മഹാഭാഗവതോത്തമന്മാരിൽ ഉത്തമനുമായിരുന്നു. അങ്ങനെയുള്ള പ്രഹ്ലാദൻ ശണ്ഡാമർക്കന്മാർ ഉപദേശിച്ചു കൊടുക്കുന്നതായിരിക്കുന്ന ആ പഠനത്തെ, ആ പഠിപ്പിനെ, ആ വിഷയത്തെ, ആ ആശയങ്ങളെ വാസ്തവത്തില് മനസ്സുകൊണ്ട് അംഗീകരിക്കുവാനോ സ്വാംശീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ തയ്യാറായില്ല. പരമാർത്ഥം എന്തെന്ന് പ്രഹ്ലാദനെ അറിയാം. അതുകൊണ്ട് തന്നെ പരമാർത്ഥത്തിന് വിപരീതമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വിഷയങ്ങളെ കൊണ്ടൊന്നും ബാലനായിരുന്നുവെങ്കിലും പ്രഹ്ലാദന്റെ ചിത്തത്തിലെ ഒരു പരിവർത്തനം ഉണ്ടാക്കുവാൻ ആ ഉപദേശങ്ങൾക്കൊന്നും സാധിച്ചില്ല. കാരണം ശണ്ഡാമർക്കന്മാരുടെ ഉപദേശങ്ങളെ വാസ്തവത്തില് പ്രാകൃതമായിരുന്നു, ലൗകികമായ വിഷയങ്ങളായിരുന്നു. അലൗകികമായ വിഷയങ്ങളിൽ വാസ്തവത്തില് ആ വിദ്യകളെ കൊണ്ട് മതമാത്സര്യങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുക.
ആ മതമാത്സര്യങ്ങൾ വർദ്ധിക്കുന്നതായ വിദ്യയെ നമ്മുടെ പ്രഹ്ലാദൻ മനസ്സിരുത്തി മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സമയം പാഴാക്കിയില്ല. ഇവിടെ വാസ്തവത്തില് സൃഷ്ടിയും സൃഷ്ടിജാലങ്ങളും അതെല്ലാ കാലത്തും മനുഷ്യന് വലിയ ആശയ സംഘർഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. വാസ്തവത്തില് സ്രഷ്ടാവ് തന്നെ സൃഷ്ടിയായിട്ട് പരിണമിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം, പരമാർത്ഥം. അതേതുപോലെ എന്നാൽ ഇപ്പൊ നമ്മൾ ഉണർവിലിരിക്കുകയാണ്. ഉണർവിലുള്ള നമ്മൾ ഉറക്കത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഉറക്കത്തിലെ ആ ഗാഢ സുഷുപ്തിയില് നമുക്ക് നമ്മുടേതായിരിക്കുന്ന സ്വരൂപം അവ്യക്തമായിട്ട് പ്രകാശിക്കുന്നു. അത് നമുക്ക് വ്യക്തമാകുന്നില്ല. ആ അവ്യക്തമാകുന്ന സുഷുപ്തി അവസ്ഥയിൽ നിന്നും നമ്മൾ ജാഗ്രത അവസ്ഥയിലേക്ക്, ഉണർന്ന അവസ്ഥയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോ ഈ അവ്യക്തമായ അവസ്ഥയിലും വ്യക്തമായ അവസ്ഥയിലും വാസ്തവത്തില് ആരുമാത്രം, എന്തുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്രകാരം ഇവിടെ ആ സൃഷ്ടി അവ്യക്തമായിരുന്ന സമയത്തും സൃഷ്ടി വ്യക്തമായിരുന്ന സമയത്തും വാസ്തവത്തില് ദൈവികമായ, ഈശ്വരീയമായ, ആത്മീയമായ ആ ദിവ്യ ചൈതന്യം മാത്രമാണ് ഉള്ളത്, ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അധികാരികളുടെ ഭേദഭാവനകളെ കൊണ്ട് ആ പരമാർത്ഥ തത്വം ബോധിക്കുവാൻ സാധിക്കുന്നില്ല. കാരണം പരമാർത്ഥ തത്വം ബോധിക്കുവാൻ വേണ്ടിയിട്ട് അധികാരികൾക്കനുസരിച്ച് ഉപാധിഭേദത്തെ ശാസ്ത്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉപാധികള് ജപം, പൂജ, യാഗം, ധ്യാനം മുതലായ ആത്മീയ സാധനകളിലൂടെ ജ്ഞാനം ബോധിക്കുവാൻ വേണ്ടിയിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ജീവൻ ഉപാധിയിലൂടെ പ്രകാശിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ബോധിക്കുമ്പോഴാണ് ബന്ധനസ്ഥനും ദുഃഖിതനും അസ്വസ്ഥനും സ്വസ്ഥനും ഒക്കെ ആയിത്തീരുന്നത്. ആ ജീവൻ വാസ്തവത്തിൽ ഉപാധിരഹിതമായി കഴിഞ്ഞാലോ, ജീവൻ ഉപാധിരഹിതമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരുപാധികമാകുമ്പോൾ, നിരപേക്ഷമാകുമ്പോൾ അവിടെ വാസ്തവത്തിൽ എന്തേ ഉള്ളൂ? മോക്ഷനില, മോക്ഷം, ശുദ്ധബോധം, നിജബോധം, നിജാമൃത ചൈതന്യം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ വ്യക്തികളെ ബ്രഹ്മചര്യാശ്രമത്തിലും ഗൃഹസ്ഥാശ്രമത്തിലും വാനപ്രസ്ഥാശ്രമത്തിലും സന്യാസാശ്രമത്തിലും ജീവിതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്നവരിൽ ആ സന്യാസാശ്രമത്തിൽ പ്രവേശിച്ചവർക്ക് മാത്രമേ നിരുപാധികമായിരിക്കുന്ന, നിരപേക്ഷമായിരിക്കുന്ന ആത്മസത്തയുടെ ആത്മീയ രഹസ്യം കിട്ടുകയുള്ളൂ എന്ന പരമാർത്ഥം നമ്മൾ യാതൊരു കാലത്തും യാതൊരു കാരണവശാലും വിസ്മരിക്കുവാൻ പാടുകയില്ല. അപ്പൊ ഇവിടെ ഈ ഷണ്ടാമർക്കന്മാരുടേതായിരിക്കുന്ന ശിക്ഷണത്തിന് കീഴിൽ നമ്മുടെ പ്രഹ്ലാദന്റേതായിരിക്കുന്ന വിദ്യാഭ്യാസം കുറച്ച് മാസങ്ങൾ തന്നെ തുടർന്നു. അപ്പോ തന്റെ കുഞ്ഞിലെന്തെങ്കിലും മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ ഫലമായിട്ട് വന്നു ചേർന്നുവോ?
എന്ന് അറിയുവാനുള്ള ഉത്കണ്ഠയോടുകൂടി, ജിജ്ഞാസയോടുകൂടി നമ്മുടെ ഹിരണ്യകശിപു തന്റെ സ്നേഹഭാജനമായ മകനെ മടിയിലെടുത്ത് വെച്ച് ഓമനിച്ചുകൊണ്ട് ആ മൂർധാവിൽ വാത്സല്യത്തോടുകൂടി ചുംബിച്ചു. ചുംബിച്ചതിന് ശേഷം തന്റെ ഉണ്ണിയോട് ചോദിച്ചു, മകനെ പ്രഹ്ലാദ, ഉണ്ണി ഇതുവരെ പഠിച്ചതിൽ വെച്ച് ഏറ്റവും വലിയത്, ഏറ്റവും നല്ലതായിട്ട് മോനെ തോന്നിയിരിക്കുന്ന ആ ആശയം, ആ വിഷയം, ആ സത്യം, ആ പരമാർത്ഥം, ആ യാഥാർത്ഥ്യം, അത് അച്ഛനെ കൂടി ഒന്ന് അറിയിപ്പിച്ചു തരൂ, ഒന്ന് കേൾപ്പിച്ചു തരൂ എന്ന് പറയുകയാണ്. അത് ശ്രവിച്ചപ്പോ വിനയാന്വിതനായ ആ പ്രഹ്ലാദൻ അച്ഛനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അസുരശ്രേഷ്ഠനായ എന്റെ പിതാവേ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏറ്റവും പ്രധാനമായ ഭാഗത്തെ ഞാൻ അങ്ങയോട് പറയുവാൻ പോവുകയാണ്. ദേഹഗേഹാദികളിലുള്ള ആസക്തി മൂലം ജീവൻ നിരന്തരം ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരന്തരം നിത്യവും ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവൻ ദുഃഖനിവൃത്തിക്ക് വേണ്ടിയിട്ട് സാക്ഷാൽ ഈശ്വരീയ ചൈതന്യമായ ശ്രീ ഹരിഭഗവാനെ ആശ്രയിക്കുകയും ഭജിക്കുകയും ഉപാസിക്കുകയും അവിടത്തെ മൂലമന്ത്രത്തെ ജപിച്ച് അത് സാക്ഷാത്കാരം നേടുകയുമാണ് ചെയ്യേണ്ടതെന്ന് പ്രഹ്ലാദൻ അങ്ങോട്ട് പറഞ്ഞു. ഇതങ്ങ് കേട്ടപ്പോ അസുര ചക്രവർത്തിയായ ഹിരണ്യകശിപു അട്ടഹസിച്ചു, പൊട്ടിച്ചിരിച്ചു. കാരണം ഹിരണ്യായ നമ എന്ന രീതിയിൽ അസുര ചക്രവർത്തി സ്വന്തം നാമമന്ത്രത്തെ, സ്വന്തം മൂലമന്ത്രത്തെ, സ്വന്തം നാമത്തെ മാത്രമേ ഇനി തന്റെ രാഷ്ട്രത്തിലെ എല്ലാ ജനതകളും ജപിക്കാവൂ എന്ന് അന്ത്യശാസനം കൊടുത്തിരിക്കുന്ന ഒരു ചക്രവർത്തി കൂടിയാണ് ഈ രാജാവ്. അപ്പൊ അങ്ങനെ വിജ്ഞാപനം പുറപ്പെടുവിച്ച ആ മഹാരാജാവിന്റെ സ്വപുത്രൻ തന്നെ ആ വിജ്ഞാപനത്തെ മറികടക്കുകയാണ്, നിഷേധിക്കുകയാണ് ഇവിടെ കാണുന്നത്. അപ്പോ പൊട്ടിച്ചിരിക്കുകയല്ലാതെ ഹിരണ്യകശിപു എന്തു ചെയ്യും? അപ്പോ ഇവിടെ ഇപ്പൊ നമ്മളോ ധർമ്മത്തെ പ്രചരിപ്പിക്കുന്നവരും ആചരിക്കുന്നവരുമായിട്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, വിശകലനങ്ങളിലൂടെ ആശയങ്ങൾ വ്യക്തമാകുമ്പോൾ ഞാനും പരമചൈതന്യവും ഏകം ഒന്നു തന്നെ എന്നുള്ള ആ യാഥാർത്ഥ്യം നമുക്കറിയുവാൻ കഴിയും. എന്നുള്ളത് കൊണ്ട് നമ്മൾ നമ്മുടെ ദേഹത്തിന് നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ ഗുരുജനങ്ങളോ നമ്മുടെ രാഷ്ട്രഭരണക്കാരോ അനുവദിച്ച് നൽകിയിരിക്കുന്ന ഒരു നാമത്തെ അല്ലെങ്കിൽ ഒരു പേരിനെയാണോ ആളുകളോട് ഉപാസിക്കുവാൻ, വിഭജിക്കുവാൻ വേണ്ടി പറയുക? ഒരിക്കലുമല്ല. അങ്ങനെ നമ്മുടെ നാമം മോശമായതുകൊണ്ടല്ല. നമ്മുടെ നാമമാകുന്ന, നമ്മളൊരു ഗുരുവാണെങ്കിൽ നമ്മുടെ രഹസ്യമായിരിക്കുന്ന നാമത്തെ നമ്മുടെ കയ്യിൽ നിന്നും ദീക്ഷ സ്വീകരിക്കുന്ന ഉത്തമാധികാരികളായിരിക്കുന്ന ശിഷ്യജനങ്ങൾക്ക് നമ്മുടെ നാമത്തെ വെളിപ്പെടുത്തി കൊടുക്കാം. അത് വേറൊരു യാഥാർത്ഥ്യം, വേറൊരു സത്യം. എന്നാൽ നമ്മൾ നമ്മുടേതായിരിക്കുന്ന ധർമ്മശാസ്ത്രങ്ങളെ അനുശാസിക്കുന്ന രീതിയിൽ ഒരു സംസ്കാരത്തെ പോഷിപ്പിക്കുവാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ സംസ്കാരത്തിൽ
ആ മഹാദേവ ചൈതന്യത്തെ, ആ മഹാവിഷ്ണു ചൈതന്യത്തെ, ആ മഹാശക്തി ചൈതന്യത്തെ ബ്രഹ്മ വിഷ്ണു മഹേശ്വര മഹാശക്തികളിലൂടെയാണ് നമ്മുടെ ഇഹലോക ഈ ഭൂലോകവാസികളെ ഗ്രഹിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ അതിൽ അന്തർഭവിച്ചിരിക്കുന്ന ഇന്നലെ വരെയുള്ള വിശ്വാസങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലോക ജനതകൾക്ക് ആ ഏതെങ്കിലും ഈശ്വരീയ നാമമന്ത്രങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മൂലമന്ത്രത്തെ ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് ആ മൂലമന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്ന നാമമന്ത്രത്തെ ജപിപ്പിച്ചുകൊണ്ട് വേണം അവരെ നമ്മൾക്ക് പാരമാർത്ഥത്തിലേക്ക് കൊണ്ടുവരുവാൻ. പരമാർത്ഥ സത്തയിൽ ഉള്ള യാഥാർത്ഥ്യം ഉത്തമാധികാരികളായിരിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാർക്ക് തന്നെ ബോധിക്കുവാൻ പ്രയാസമായതാണ്. അത് ബോധിച്ചിരിക്കുന്ന സന്യാസിമാര് വേണം നമ്മുടെ സമൂഹത്തിലേക്ക് ഏത് തരത്തിലുള്ള സംസ്കാരത്തെയാണ് പകർന്നു കൊടുക്കേണ്ടത് എന്നുള്ളതിൽ ആലോചിച്ച് തീരുമാനമെടുത്ത് അങ്ങനെ ഒരു ആശയത്തെ പകർന്നു കൊടുക്കുവാൻ. അപ്പൊ ഇവിടെ ഈ ഹിരണ്യകശിപു ഇങ്ങനെയുള്ള മൂല്യങ്ങളിലൊന്നും താല്പര്യമുള്ള വ്യക്തിയായിരുന്നില്ല. അവിടെ ഈശ്വരന് പ്രഥമ സ്ഥാനമൊന്നും കൊടുത്തിരുന്നില്ല. അവിടെ ആസുരിക വാസനയുടെ മൂർത്തിഭാവമായ ഹിരണ്യകശിപു ദൈവിക നാമങ്ങളെ ജപിക്കുന്നതിൽ നിന്നും രാഷ്ട്രത്തെ വിലക്കുകയാണ് ചെയ്തത്. അങ്ങനെ വിലക്കിയിരിക്കുന്ന തന്റെ പുത്രൻ തന്നെ താൻ ഏതൊരു നാമത്തെയാണോ ഇവിടെ വിലക്കിയിരിക്കുന്നത്, നിഷേധിച്ചിരിക്കുന്നത്, ആ നാമത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ദേവചൈതന്യം തന്നെ, ഈശ്വരീയമായ ചൈതന്യം തന്നെ ആളുകളെ ഉപാസിക്കണം, ജപിക്കണം, വിശ്വസിക്കണം, പ്രാർത്ഥിക്കണം എന്നുള്ള നിർദ്ദേശം തന്റെ കുട്ടി തന്നെ പറഞ്ഞു കേട്ടപ്പോ ആദ്യം അദ്ദേഹം ഒന്ന് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. എന്നിട്ടോ അദ്ദേഹം സ്വയം സമാധാനിച്ചു. എന്താണ് സമാധാനിച്ചത്? വിഷ്ണുപക്ഷപാതികളായ ശത്രുക്കൾ ആരോ പ്രഹ്ലാദനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ആയതുകൊണ്ട് ആചാര്യന്മാരെ പ്രത്യേകം വിളിച്ച് പറഞ്ഞു, പ്രഹ്ലാദനെ നിങ്ങൾ ഭദ്രമായിട്ട് സൂക്ഷിക്കണം, സൂക്ഷിക്കാതിരിക്കരുത്. നിങ്ങൾ സൂക്ഷിക്കാതിരിക്കുന്നത് കൊണ്ടാണ് വിഷ്ണുപക്ഷപാതികള് അവന്റെ ബുദ്ധിയെ പറഞ്ഞ് തിരിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിയെ പറഞ്ഞ് തിരിപ്പിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അവനിപ്പോ ഇവിടെ എന്നോടിത് പറയോ? അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ശിക്ഷണത്തിൽ വീണ്ടും അപാകത സംഭവിച്ചാൽ ആയതിന്റെ ശിക്ഷ നിങ്ങൾക്കും അനുഭവിക്കേണ്ടി വരുമെന്നുള്ള പരമാർത്ഥം നിങ്ങൾ മറക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞ് ഗുരുക്കന്മാരെ പ്രഹ്ലാദനെ സ്വീകരിച്ചു. ഗുരുക്കന്മാരോടാണ് ചക്രവർത്തി അങ്ങനെ പറഞ്ഞത്. ആയതിനെ ശ്രവിച്ച ഗുരുക്കന്മാരെ ആയത് സമ്മതിച്ചുകൊണ്ട് കുഞ്ഞിനെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആ അസുരാചാര്യന്മാര് പ്രഹ്ലാദനോട് സൂത്രത്തിൽ ചോദിച്ചു നോക്കി, പ്രഹ്ലാദ, ഈ വിഷ്ണുവിനെ സേവിക്കുകയാണ് വേണ്ടതെന്ന് ഉണ്ണിയോട് ആരാണ് പറഞ്ഞതെന്നത്? അത് നിനക്ക് സ്വയം തോന്നിയതാണോ, അതോ മറ്റുള്ള ആരെങ്കിലും പറഞ്ഞു തന്നതാണോ? വ്യക്തമായിട്ട് പറഞ്ഞു തരൂ എന്ന് പറയുകയാണ്. ഈ ചോദ്യം കേട്ടപ്പോ സംയമനത്തോടുകൂടി അപ്രഹ്ലാദനാകുന്ന പിഞ്ചു ബാലൻ ആചാര്യന്മാരോട് പറഞ്ഞു, ഞാൻ അന്യൻ, ഞാനെന്നും എന്റേതെന്നും അന്യന്റേതെന്നും പരനെന്നും അവരനെന്നും
പരാവരനെന്നുമെന്നുള്ള ഈ തോന്നലുകളെല്ലാം ഉണ്ടാകുന്നത് ഭഗവാന്റെ മായ കൊണ്ടാണ്. മായയിൽ നിന്നും മോചിക്കുവാൻ കഴിയുന്ന അനുഭവജ്ഞാനം നൽകി അനുഗ്രഹിക്കുന്ന ആ ഭഗവാന്റെ ത്രിപാദപത്മങ്ങളിൽ ഞാനിതാ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ആ അയസ്കാന്തത്തിന്റെ അടുത്തപ്പെട്ടതായ ഇരുമ്പ് പൊടികൾ ആ കാന്തത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പോലെ എന്റെ മനസ്സും സർവേന്ദ്രിയങ്ങളും ശ്രീ ഹരിഭഗവാങ്കിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതങ്ങോട്ട് കേട്ടപ്പോ ആ ആചാര്യന്മാരെ, അസുരാചാര്യന്മാർക്ക് എന്താണ് വലിയതായ കോപമുണ്ടാവുകയും അവർ അനേക തരത്തിലുള്ള പീഡകൾ കൊടുത്തുകൊണ്ട് പ്രഹ്ലാദനെ ശിക്ഷിക്കുവാൻ, പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. സമദേന ഭേദ സമ ഭേദദാന ദണ്ഡാദികളെ കൊണ്ട് ദ്രോഹിച്ചുകൊണ്ടും എല്ലാം പ്രഹ്ലാദനെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. പ്രഹ്ലാദനിൽ ആ ഉണർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആ വിഷ്ണു ഭക്തിയെ നശിപ്പിക്കുവാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ വീണ്ടും കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ പ്രഹ്ലാദന്റെ അമ്മയായ കയാധു പ്രഹ്ലാദനെയും എടുത്തുകൊണ്ട് ഹിരണ്യകശിപുവിന്റെ അടുത്ത് ചെന്ന് ആ സിംഹാസനത്തിലിരിക്കുന്ന ഹിരണ്യകശിപുവിന്റെ അടുക്കൽ തന്റെ പുത്രനെ സമർപ്പിക്കുകയാണ്. അപ്പൊ ആ പുത്രനെ കണ്ട പതിവാത്സല്യത്തോടുകൂടി വാരിയെടുത്ത് മടിയിൽ വെച്ച പിതാവ് ഹിരണ്യകശിപു പ്രഹ്ലാദന്റെ വിഷ്ണുഭക്തി എങ്ങനെയിരിക്കുന്നു, കൂടിയിരിക്കുന്നുവോ കുറഞ്ഞിരിക്കുന്നുവോ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി വീണ്ടും ഹിരണ്യകശിപു ചോദ്യം ആവർത്തിച്ചു. പ്രഹ്ലാദ, മോനെ, ഉണ്ണി ഇത്രകാലം കൊണ്ട് ഗുരുമുഖത്തിൽ നിന്നും പഠിച്ചതിൽ ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണെന്ന് മോന്റെ അച്ഛനെ പറഞ്ഞു കേൾപ്പിക്കൂ. ഇത് കേട്ടപ്പോ പുഞ്ചിരിത്തുകിക്കൊണ്ട് പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛാ, ശ്രീ വിഷ്ണു ഭഗവാനിൽ ഭക്തിയെ മോഹിക്കുന്ന ഒരാള് ആദ്യമായിട്ട് ഭഗവത് കഥകളെ കേൾക്കുകയാണ്, ശ്രവിക്കുകയാണ് ചെയ്യേണ്ടത്. ഭഗവത് കഥകള് ശ്രവിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ശ്രവിച്ചതായിരിക്കുന്ന കഥകളെ പിന്നീട് കീർത്തിക്കുക തന്നെ ചെയ്യണം. പിന്നെ ഭഗവാനെ ധ്യാനിക്കണം, ഭഗവാന്റെ മൂലമന്ത്രത്തെ ജപിക്കണം, ഭഗവാന്റെ പാദസേവ ചെയ്യണം, ഭഗവാനെ പൂജിക്കണം, ഭഗവാനെ വന്ദിക്കണം, ഭഗവാനിൽ ദാസ്യഭാവം പുലർത്തണം, സഖ്യഭാവം ഭഗവാനിൽ നമ്മളെ അഭ്യസിച്ച് ഉണർത്തി ഉയർത്തിയെടുക്കണം. പിന്നെ ആത്മാർപ്പണം. ഇങ്ങനെ 9 വിധത്തിലുള്ള ഭക്തിയെ ഭഗവാങ്കൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണ് വേണ്ടത്. എന്റെ പിതാവേ, അച്ഛാ, ഞാൻ പഠിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള തത്വം, താല്പര്യം, ആശയം ഈ പറഞ്ഞവയാണ് എന്ന് പറയുകയാണ്. ഇതങ്ങോട്ട് കേട്ടപ്പോഴോ പ്രഹ്ലാദന്റെ വാക്കിലും സ്വഭാവത്തിലും കുപിതനായ ഹിരണ്യൻ ഷണ്ടാമർക്കന്മാരെ വിളിച്ചു ചോദിച്ചു, ബ്രാഹ്മണാധമന്മാരെ, എന്റെ ശത്രുവായ വിഷ്ണുവിന്റെ പക്ഷപാതികളായ നിങ്ങൾ എന്റെ പുത്രനെയും അത് പഠിപ്പിച്ചു. നന്ദിയില്ലാത്ത ദുർബുദ്ധികളെ, നിങ്ങൾ എന്നെ ധിക്കരിക്കുന്നു അല്ലേ? ഇത് കേട്ടപ്പോൾ ഭയം കൊണ്ട് വിറച്ച ഷണ്ടാമർക്കന്മാര് പറഞ്ഞു, മഹാപ്രഭു, പ്രഹ്ലാദന്
വിഷ്ണു ഭക്തിയെക്കുറിച്ച് ഒന്നും ഞങ്ങൾ പഠിപ്പിച്ചില്ല. പ്രഹ്ലാദന് ജനനത്താൽ ഉള്ളതായ സ്വഭാവമാണ് ഈ വിഷ്ണു ഭക്തി. അവിടുന്ന് ഞങ്ങളോട് കോപിക്കരുത്. ഇത് കേട്ടപ്പോ ഹിരണ്യകശിപു ആലോചിച്ചു. അങ്ങനെ ഹിരണ്യകശിപു തന്റെ പുത്രനാണെങ്കിലും ഇവനെ വേണ്ട രീതിയിൽ അഭ്യസിപ്പിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ അവനെ കൊന്നേക്കണം എന്നുള്ള രീതിയിലെല്ലാം നിർദ്ദേശം കൊടുക്കുകയാണ്. ഇവിടെ നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം സന്യാസധർമ്മത്തിൽ പ്രധാനമായിട്ട് നമ്മൾ മോക്ഷത്തിന് ആവശ്യമായിരിക്കുന്ന ആത്മനിഷ്ഠയെ, ബ്രഹ്മനിഷ്ഠയെ പ്രാപിക്കലാണ്. അതിനുതകുന്നതായിരിക്കുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കലാണ് ധർമ്മം ആയിട്ടിരിക്കുന്നത്. ആ സന്യാസി ലോക വ്യവഹാര കാര്യങ്ങളിൽ ഇടപെടരുതെന്നോ ഇടപെടണമെന്നോ അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. കാരണം മോക്ഷത്തിന് വേണ്ടിയിട്ട് പരിശ്രമം ചെയ്യുവാനുള്ളതാണ് ആത്മീയത, അല്ലെങ്കിൽ സന്യാസാശ്രമത്തിലെ ജീവിതചര്യ. ആ സന്യാസാശ്രമത്തിലെ ജീവിതചര്യ കൊണ്ട് അങ്ങനെയുള്ള ഒരു ആത്മീയ ധർമ്മത്തെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് പ്രകാശിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രകാശിപ്പിച്ച് കൊടുക്കേണ്ടത്. മറിച്ച് ഇപ്പൊ ഇവിടെ എന്താണ്, കാലത്തിനനുസരിച്ച്, കോലം മാറുന്നതിനനുസരിച്ച്, വേഷങ്ങൾ, രൂപങ്ങൾ, നാമങ്ങൾ മാറുന്നതിനനുസരിച്ച് സന്യാസത്തിലെ ധർമ്മവും മാറ്റി അവർ ഗൃഹസ്ഥാശ്രമികൾ ചെയ്യുന്നതായിരിക്കുന്ന സേവാപ്രവർത്തനങ്ങളിലേക്ക്, സേവനധർമ്മങ്ങളിലേക്ക് വന്ന് അവർ അതിനുവേണ്ടി നേതൃത്വം കൊടുക്കണം, അവർ അതിനുവേണ്ടി സംഘടിക്കണം എന്നൊക്കെ പറയുന്നത് വാസ്തവത്തില് അശാസ്ത്രീയമായ ഒരു സംസ്കാരമാണ്. ഇപ്പൊ സന്യാസി സംഘടിച്ചാൽ വാസ്തവത്തില് സന്യാസി ഇപ്പൊ സമരം ചെയ്യാൻ എന്താ സമരം ചെയ്യാം? ഞാനിന്ന് ധ്യാനിക്കില്ല, ഞാനിന്ന് ജപിക്കില്ല, ഞാനിന്ന് മന്ത്രം ജപിക്കുകയോ ആത്മപൂജ ചെയ്യുകയോ ദേവപൂജ ചെയ്യുകയോ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ നഷ്ടം ആർക്കാണ്? കാരണം സന്യാസിയുടെ സമരം വാസ്തവത്തില് അതാണല്ലോ. കാരണം സന്യാസിയുടെ നിഷ്ഠ എന്താണ്? ബ്രഹ്മനിഷ്ഠയാണ്. അപ്പൊ ബ്രഹ്മനിഷ്ഠയ്ക്ക് ആവശ്യമായ ശ്രവണ മനന നിരിധ്യാസനങ്ങളിലൂടെ ആത്മീയ ധർമ്മത്തെ, ആത്മീയ ബോധത്തെ സാക്ഷാത്കരിക്കുവാനുള്ള ആചാരധർമ്മത്തില് മുന്നോട്ട് പോകലാണ് സന്യാസത്തിലെ ധർമ്മം. അപ്പൊ സന്യാസത്തിലെ ധർമ്മം ഞാൻ ഇനി ആചരിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അനർത്ഥം, അതിന്റെ ആപത്ത് വാസ്തവത്തിൽ ആർക്കാണ്? തനിക്ക് തന്നെയാണ്, സന്യാസിക്ക് തന്നെയാണ്. എന്തായാലും ഇരിക്കട്ടെ, അത് പറയുവാൻ കാരണം ഇവിടെ ഈ ഹിരണ്യകശിപുവിനെ പോലെ ആസുരികമായ വാസനകൾ ഉള്ളവര്, ആസുരികമായ പ്രവണതകൾ ഉള്ളവര്, അവർ മനസ്സിലാക്കിയിരിക്കുന്ന ധർമ്മമാണ് ശരി, അതാണ് നീതി എന്ന് മനസ്സിലാക്കി അവരുടെ അധികാരം ഉള്ള സമയം എന്ത് ചെയ്യും? മറ്റു ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് അവരുടേതായിരിക്കുന്ന ധർമ്മ സംസ്കാരത്തെ ആചരിക്കുവാനും നിർദ്ദേശിക്കുകയും ശാസിക്കുകയും ചെയ്യും. അതേ ആ പ്രവണതയാണ് ഇവിടെ അസുര ചക്രവർത്തിയായിരിക്കുന്ന ഹിരണ്യകശിപു. തന്റെ നാമം ജപിച്ച് ജീവിക്കണം ആളുകൾ എന്ന നിർദ്ദേശിച്ച് കൊടുത്തു. ആ നിർദ്ദേശത്തെ തന്റെ പുത്രൻ തന്നെ നിഷേധിച്ചപ്പോൾ അത് തന്റെ സ്വന്തം ആത്മജൻ തന്നിൽ നിന്ന് തന്നെ, തന്റെ ബീജത്തിൽ നിന്ന് തന്നെ ഉണ്ടായവനാണെങ്കിലും ആ ഒരു പരിഗണന പോലും കൊടുക്കാതെ അവനെ മാറ്റിയെടുക്കുവാൻ, നമ്മുടെ ധർമ്മത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചില്ലെങ്കിൽ അവനെ കൊന്നേക്കുക എന്നുള്ളൊരു നിർദ്ദേശമാണ് ആ ഹിരണ്യകശിപു അവിടെ കൊടുക്കുന്നത്. അപ്പോ അത് ആ അസുര ആചാര്യന്മാർക്ക്, അസുര ഗുരുക്കന്മാർക്ക്, കാരണം അസുര ഗുരുക്കന്മാര് അവർ ചക്രവർത്തിയുടെ തീരുമാനം അനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും. എന്നാൽ
രജോഗുണ സ്വഭാവികളല്ലാത്ത സത്വഗുണന്മാരായിരിക്കുന്ന ആളുകളാണെങ്കിലോ അവർ ഗുരുക്കന്മാര് പറയുന്നതിനനുസരിച്ചിട്ടാണ് ധർമ്മം അല്ലെങ്കിൽ ഭരണം ഏത് രീതിയിൽ ക്രോഡീകരിക്കണം, ഏത് രീതിയിൽ പുനഃസ്ഥാപിക്കണം, ഏത് രീതിയിൽ അതിനെ മുന്നോട്ട് നയിക്കണം എന്നുള്ള ആശയങ്ങളെ സത്വഗുണ സ്വഭാവമുള്ള ആളുകളെ ഗുരുജനങ്ങളുടെ ഉപദേശവും നിർദ്ദേശവും അനുഗ്രഹവും അനുസരിച്ചിട്ടാണ് അത് പ്രായോഗികമാക്കുക. എന്നാൽ അസുരഗുണമുള്ളവരോ അവർ നിർദ്ദേശിക്കുന്ന നിയമമനുസരിച്ച് എല്ലാവരും മുന്നോട്ട് പോകണമെന്നും ഗുരുക്കന്മാർ പോലും ആ രീതിയിൽ മുന്നോട്ട് പോകണമെന്നും ഷഠിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കണ്ടില്ലേ, തന്റെ പുത്രനെ തന്നെ അനുസരണ ഭാവം വരുന്നില്ലെങ്കിൽ കൊന്നേക്കൂ എന്ന് പറഞ്ഞിട്ട് വിട്ടിരിക്കുകയാണ്. അപ്പോ കാലദൂതന്മാരെക്കാൾ ഭയങ്കരന്മാരായ ആ നൈവൃതന്മാര് പ്രഹ്ലാദനെ പിടിച്ചു കൊണ്ടുപോയി പല പ്രകാരനെയും ഹിംസിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. വാളുകൊണ്ട് വെട്ടുക, ശൂലത്തെ കൊണ്ട് മർമ്മത്തിൽ കുത്തുക, സർപ്പങ്ങളെ കൊണ്ട് കടിപ്പിക്കുക, വിഷം കുടിപ്പിക്കുക, വെള്ളത്തിൽ കെട്ടിത്താഴ്ത്തുക, തീയിലിട്ട് വേവിക്കുക, അങ്ങനെ അങ്ങനെ പല 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 അതിനീചമായ ഹീന കർമ്മങ്ങളെ കൊണ്ട് ആ പ്രഹ്ലാദനെ കൊല്ലുവാൻ അവർ പഠിച്ച വേദ്യകൾ 18 പയറ്റി പ്രയോഗിച്ചു നോക്കി. പക്ഷേ പ്രഹ്ലാദന് അവരുടെ ആ ശിക്ഷണങ്ങളെ കൊണ്ട്, ആ ശിക്ഷ കൊണ്ട്, ആ പീഡ കൊണ്ട് എന്താണ് യാതൊരു തരത്തിലുള്ള ആപത്തും കേടും പറ്റിയില്ല. എല്ലാ 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 ആപത്തുകളിൽ നിന്നും ആ പ്രഹ്ലാദനാകുന്ന ബാലകന് കരുണാർണവനായ ഭഗവാൻ സംരക്ഷിച്ചു പോന്നു. ഓരോ പീഡനം കഴിയുമ്പോഴും പ്രഹ്ലാദന്റെ തേജസ് വർദ്ധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പ്രഹ്ലാദന്റെ തേജസ്സും ധൈര്യവും കണ്ട് അത്ഭുതപ്പെട്ട കൊലയാളികള് പ്രഹ്ലാദുവിനെ വധിക്കുവാൻ കഴിയാതെ, അവരുടെ നിയമത്തിൻ കീഴിലേക്ക് കൊണ്ടുവരുവാൻ കഴിയാതെ തിരിച്ച് ഹിരണ്യകശിപുവിനെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോഴോ വെറും 6 വയസ്സ് ആ പഠനം പഠിക്കാൻ 5 വയസ്സിലാണ് ഏൽപ്പിച്ച്, 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. വെറും 6 വയസ്സ് പ്രായമായ പ്രഹ്ലാദന്റെ തേജസ്സും ധൈര്യവും കണ്ട് ഹിരണ്യകശിപു പോലും ഭയപ്പെട്ടു പോയി. മായാവിയായ മഹാവിഷ്ണു പ്രഹ്ലാദനൊരു ഹേതുവാക്കി തന്നെ നശിപ്പിക്കുവാൻ വേണ്ടി സൂത്രം മെനയുകയാണോ എന്ന് പോലും ഹിരണ്യൻ ചിന്തിക്കുവാൻ ആരംഭിച്ചു. ഹിരണ്യൻ അങ്ങനെ ഓരോന്ന് തലപുകഞ്ഞ് ആലോചിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചണ്ടാമറക്കന്മാർ വീണ്ടും അവിടെ എത്തി പറഞ്ഞു, സമാധാനിപ്പിച്ചു. പ്രഭോ, അവിടുന്ന് ഒരിക്കലും പരിഭ്രമിക്കരുത്. പ്രഹ്ലാദനെ വീണ്ടും ഞങ്ങൾക്ക് വിട്ടുതരിക. വരുണപാശത്താൽ ബന്ധിച്ചിടുക. വരുണപാശ ബന്ധനം കൊണ്ട് കാലക്രമം എല്ലാം ശരിപ്പെട്ടുകൊള്ളും. ഓരോ രോമകൂപങ്ങളും ചലിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പാശബന്ധനമാണ് വരുണപാശബന്ധനം. അതിന്റെ പ്രയോഗം വാസ്തവത്തിലെ താന്ത്രിക മാന്ത്രിക വിധികളിലെല്ലാം ഉണ്ട്. വരുണപാശം കൊണ്ട് ബന്ധിക്കണമെന്നാണ്. വരുണപാശത്തെ ഭേദിക്കുവാനുള്ള അതിനെ മറികടക്കുവാനുള്ള വിദ്യ അത് വാസ്തവത്തില് എല്ലാവർക്കും അറിയുന്നൊരു വിദ്യയല്ല. ഗുരുക്കന്മാർക്ക് കൂടി അറിയാവുന്ന ഒരു എളുപ്പ വിദ്യയല്ല ബ്രഹ്മഭാഷന. ആ ബ്രഹ്മപാശത്തിൽ നിന്നും മോചിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ആ ബ്രഹ്മപാശത്തെ കൊണ്ട് തന്നെ, ആ വരുണപാശത്തെ കൊണ്ട് തന്നെ കെട്ടുവാനാണ് ഗുരുക്കന്മാരെ ആജ്ഞാപിച്ചത്. അപ്പോ ഗുരുപുത്രന്മാരുടെ ആ ഉപദേശം കേട്ടപ്പോൾ ഹിരണ്യകശിപു പ്രഹ്ലാദനെ വരുണപാശം കൊണ്ട് ബന്ധിച്ചു. ബന്ധനത്താൽ നിൽക്കുന്ന പ്രഹ്ലാദനും ബാക്കി അസുരബാലന്മാർക്കും ആചാര്യന്മാർ സ്ത്രീവർഗങ്ങളെ കുറിച്ച് വീണ്ടും ഉപദേശിച്ച് പഠിപ്പിക്കുവാൻ തുടങ്ങി. പ്രഹ്ലാദനിപ്പോ എന്താണ്, നിശ്ചലനായിട്ട് അത് കേൾക്കുക, ശ്രദ്ധിക്കുക എന്നുള്ളത് വേറെ ഒന്നിനും പറ്റില്ല. ചലിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ ബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ്.
എന്താണപ്പോ ഈ ത്രിവർഗങ്ങൾ എന്ന് പറഞ്ഞാൽ? ധർമ്മം, അർത്ഥം, കാമം. മോക്ഷമില്ല. പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഉപദേശമാണ് ത്രിവർഗങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ത്രിവർഗങ്ങളെ കുറിച്ചിട്ടാണ് അസുരന്മാരുടെ നിഘണ്ടുവിൽ അല്ലെങ്കിൽ അസുരന്മാരുടെ പട്ടികയിൽ പഠനമുണ്ട്. മോക്ഷത്തെക്കുറിച്ചിട്ടുള്ള ഒരു പഠനം അവരെ സംബന്ധിച്ചില്ല. അത് അപ്രസക്തമാണ്. അവരെ സംബന്ധിച്ച് ഈ ലോകവും ഈ ശരീരവും മാത്രമേ ഉള്ളൂ. ഇന്നത്തെ പല ഗവേഷകന്മാരും ജീവിച്ചിരിക്കുന്ന ബോഡിയിലും മനസ്സിലും സംഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഗവേഷണങ്ങളുടെ പഠനം നടത്തി തീരുമാനങ്ങൾ എടുക്കുന്ന പോലെയാണ് വാസ്തവത്തിൽ അസുരന്മാരുടെയും നിയമം അങ്ങനെയാണ്. അപ്പൊ അവർക്ക് മോക്ഷത്തെക്കുറിച്ച് അവരുടെ നിഘണ്ടുവിലില്ല, അവരുടെ പട്ടികയിലില്ല. അപ്പൊ അങ്ങനെ പ്രഹ്ലാദന ഉപദേശങ്ങളെ നിശ്ചലനാണെങ്കിലും അത് അംഗീകരിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആചാര്യന്മാര് ഗ്രഹജോലികൾക്ക് വേണ്ടിയിട്ട് പോയ സമയത്ത് പ്രഹ്ലാദൻ അസുരബാലന്മാരെ കുട്ടികളെല്ലാം അടുക്കലേക്ക് വിളിച്ചു വരുത്തി അവരോട് ഉപദേശിക്കുവാൻ തുടങ്ങി. ആ വരുണപാശ ബന്ധനത്തിൽ കിടന്നുകൊണ്ടും അസുരബാലകനായിട്ടുകൂടി ആ പ്രഹ്ലാദൻ ഉപദേശിക്കുവാൻ ആരംഭിച്ചു. തന്റെ ക്ഷീണമോ തന്റെ പീഡയോ തന്റെ ദൈന്യതയോ നോക്കിയില്ല. അതാണ് ഒരു സാധുധർമ്മം, ഒരു സന്യാസി. തനിക്ക് ക്ഷീണമുണ്ടെങ്കിലും തനിക്ക് ദാരിദ്ര്യമുണ്ടെങ്കിലും തനിക്ക് പല രീതിയിലുള്ള പ്രയാസങ്ങളുണ്ടെങ്കിലും അവയൊന്നും ശ്രദ്ധിക്കാതെ മറ്റുള്ളവരെ ആത്മോപദേശം കൊണ്ട് ഉയർത്തുവാൻ കഴിയുന്ന ആത്മവിദ്യകള്, നമ്മുടെ ജപം, പൂജ, യാഗം, ധ്യാനം മുതലായിരിക്കുന്ന ആ ആത്മീയ സാധനങ്ങളുടെ പരമരഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുകയാണ് ചെയ്യുക. അല്ലാതെ ദാരിദ്ര്യത്തെ സ്നേഹിക്കുകയും ദരിദ്രന്മാരെ വെറുക്കുകയും ചെയ്യുന്ന പ്രവണത സത്യത്തിലെ നമ്മുടെ സംസ്കാരത്തിലെ അന്തർഭവിച്ചതല്ല. അപ്പൊ ഇവിടെ കണ്ടില്ലേ എന്താണ് ആ പ്രഹ്ലാദ ബാലൻ കുഞ്ഞുങ്ങളോട് പറയുന്നത് നോക്കാം. അല്ലയോ കുട്ടികളെ, നിങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ ഈശ്വരനെ ഭജിച്ചു തുടങ്ങണം. നമ്മുടെ ഈ മനുഷ്യദേഹം ദുർലഭമായിട്ടാണ് ലഭിക്കുകയുള്ളൂ. ഈ മനുഷ്യജന്മം കൊണ്ട് വിഷയസേവയ്ക്ക് വേണ്ടിയിട്ട് മാത്രം അതിനെ ഉപയോഗിക്കരുത്. കാരണം നീഹാരാദി വിഷയസുഖങ്ങള് മൃഗങ്ങളായിട്ട് ജനിച്ചാലും വേണ്ട വിധം കിട്ടുന്നതാണ്. ഉണ്ണുവാനും ഉറങ്ങുവാനും മൈഥുനം ചെയ്യുവാനും സുഖിക്കുവാനും ഉള്ള ഒരു അവസരം മൃഗങ്ങളുടെ ജീവിതത്തിലും ജന്മത്തിലുമുണ്ട്. നാം മനുഷ്യജന്മം കിട്ടിയിരിക്കുന്ന പരമപുരുഷാർത്ഥമായ മോക്ഷം നേടുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ആയുസ്സിനെ നിങ്ങൾ വെറുതെ കളയരുത്. നോക്കൊരു 100 കൊല്ലമാണ് മനുഷ്യായുസ് വിധിച്ചിരിക്കുന്നത്. ആ 100 കൊല്ലത്തിൽ പകുതി 50 കൊല്ലം രാത്രി ഉറക്കമായി വെറുതെ പോകുന്നു. 60 വയസ്സ് കഴിഞ്ഞാലോ ബാക്കിയുള്ള വാർദ്ധക്യകാലം ജരാനരിയും രോഗങ്ങളും ബാധിച്ച് ഒന്നിനും കൊള്ളാതെ പോകുന്നു. പിന്നെ യൗവനകാലത്താണെങ്കിലോ തീർത്താൽ തീരാത്ത കാമത്തിനടിമപ്പെട്ട് ഗൃഹഭരണം ചെയ്തുകൊണ്ട് നശിച്ചു പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് കുട്ടിക്കാലം കളിച്ചു കളയരുത്. നിങ്ങൾ ദുർജനങ്ങളുമായിട്ട് ഇടപെടരുത്. സജ്ജനങ്ങളോടുകൂടി ചേർന്ന് ശ്രീനാരായണമൂർത്തിയെ, ഈശ്വരീയമായിരിക്കുന്ന പരമസത്തയെ സേവിക്കണം, ഉപാസിക്കണം. ഭഗവാൻ എല്ലാ വസ്തുക്കളിലും നിറഞ്ഞിരിക്കുന്നു. എല്ലാ വസ്തുക്കളിലും ആ ഈശ്വരീയമായിരിക്കുന്ന ത്രിപുരാശക്തിയുടെ പ്രഭാവം അടങ്ങിയിരിക്കുന്നു. എല്ലാവരുടെയും ആത്മാവാണ് ഈശ്വരൻ. അതുകൊണ്ട് എല്ലാറ്റിലും ഈശ്വരനെ കണ്ട് സ്നേഹിച്ച് ശീലിക്കണം. സർവാത്മാവായ ഭഗവാൻ പ്രസാദിച്ചാൽ ഇഹപരത്തിലുള്ള എല്ലാ കാമങ്ങളും സാധിക്കും. അതുകൊണ്ട് പുരുഷാർത്ഥങ്ങളെ കൂടി മോഹിക്കാതെ നിങ്ങൾ പുരുഷോത്തമനിൽ ഭക്തി വളർത്തുന്നവരായിട്ട് തീരണം. എന്റെ ഗുരുവായ ശ്രീ നാരദ മഹർഷിയാണ്
ഈ കാര്യങ്ങളെല്ലാം എനിക്ക് ഉപദേശിച്ചത്. ഇത് കേട്ടപ്പോ കുട്ടികൾ പ്രഹ്ലാദനോട് ചോദിച്ചു, പ്രഹ്ലാദ, ഞങ്ങൾ ഈ പാഠശാലയിൽ ഇതേവരെ ശ്രീ നാരദ മഹർഷിയെ കാണുകയുണ്ടായിട്ടില്ലല്ലോ. പ്രഹ്ലാദന് മാത്രമായിട്ട് ശ്രീ നാരദൻ എവിടെ വെച്ചാണ് ഈ ഉപദേശം തന്നത്? അത് ഞങ്ങൾക്ക് കൂടി ഉപദേശിച്ചു തരണം, പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. അപ്പൊ ദൈത്യപുത്രന്മാർ അപ്രകാരം അപേക്ഷിച്ചത് കേട്ടപ്പോൾ പ്രഹ്ലാദൻ പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീ നാരദ മഹർഷി ഓർത്തുകൊണ്ട് പറയുവാൻ തുടങ്ങി. പണ്ട് എന്റെ അച്ഛൻ മന്ദരപർവ്വതത്തിന്റെ താഴ്വാരത്തിലേക്ക് തപസ്സിന് പോയ സമയം ദേവന്മാരെ അസുരന്മാരെ ആക്രമിച്ച് തോൽപ്പിച്ച് ഓടിക്കുകയുണ്ടായി. ആ കൂട്ടത്തിൽ എന്നെ ഗർഭത്തിൽ ധരിച്ചിരുന്ന എന്റെ മാതാവും പേടിച്ചോടുകയുണ്ടായി. പേടിച്ചോടിക്കൊണ്ടിരിക്കുന്ന എന്റെ അമ്മയെ ദേവേന്ദ്രൻ ബന്ധിച്ചു കൊണ്ടുപോകുമ്പോൾ ശ്രീ നാരദ മഹർഷി അവിടെ എത്തുകയും നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇന്ദ്രനിൽ നിന്നും എന്റെ അമ്മയെ മോചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ പരമകാരുണികനായ ശ്രീ നാരദ മഹർഷി അനാഥയായി തീർന്ന അമ്മയെ തന്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചു. എന്റെ അമ്മ ശ്രീ നാരദ മഹർഷിയെ ഭക്തിയോടുകൂടി ശുശ്രൂഷിച്ചു വന്നു. അമ്മയുടെ മനസമാധാനത്തിനായിട്ട് നാരദ മഹർഷി അമ്മയ്ക്ക് ആത്മതത്വങ്ങളെ ഉപദേശിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ആ കൂട്ടത്തിൽ ഗർഭത്തിലിരുന്ന എനിക്കും കാരുണ്യനായ ആ ശ്രീ നാരദ മഹർഷി ഉപദേശിച്ചത് കേൾക്കുവാൻ സാധിച്ചിരുന്നു. അത് ആ നാരദ മഹർഷിയുടെ ഗുരുവിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്, അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ആശ്രമത്തിലുള്ള അമ്മയുടെ താമസം, സത്സംഗം, സാത്വികമായ ഭക്ഷണം, ശ്രീ നാരദ മഹർഷിയുടെ ഉപദേശം ശ്രവിക്കൽ, ഇതെല്ലാം എനിക്ക് മനഃശുദ്ധി വന്ന് ശ്രീ ഭഗവാനിൽ ആ ഈശ്വരീയമായ മഹിമയിൽ ഭക്തി ഉണ്ടാകുവാൻ കാരണമായി. ശ്രീ നാരദ മഹർഷിയുടെ അനുഗ്രഹ വിശേഷത്താൽ ആ ഉപദേശങ്ങളെയെല്ലാം ഇപ്പോഴും ഇന്നും എനിക്ക് ഓർക്കുവാൻ സാധിക്കുന്നു. ഇതിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഭക്തിജ്ഞാനങ്ങൾ ഉണ്ടാവും. കൃപാസാഗരനായ ഭഗവാൻ നിങ്ങളെയും എന്നെയും രക്ഷിക്കുന്നത് പോലെ എല്ലാവരെയും കാത്തുരക്ഷിക്കും. അതുകൊണ്ട് അസുരബാലന്മാരെ, ജനന മരണാദികൾ ദേഹത്തിനുള്ളതാണ്. ദേഹമോ ഈ ദേഹം ഞാൻ എന്ന് തോന്നുമ്പോൾ ദേഹത്തിനുള്ളതെല്ലാം എന്റേതെന്നും തോന്നിപ്പോവുകയാണ് ചെയ്യുന്നത്. ഈ തെറ്റിദ്ധാരണ നശിച്ച് നിത്യാനന്ദം അനുഭവിക്കാറാവാൻ അറിവുള്ളവർ അനേകം മാർഗങ്ങളെ പറയുന്നുണ്ട്. അതിൽ അതിപ്രധാനമായത് ഭഗവാനിലുള്ള ഭക്തിയാണ്. ഭക്തി ഉറച്ചു കിട്ടുവാൻ വേണ്ടിയിട്ട് നിരന്തരം ഭഗവത് കഥകളെ കേൾക്കണം, ഗുരു ശുശ്രൂഷ ചെയ്യണം, സത്സംഗം ശ്രവിക്കണം, എല്ലാറ്റിലും ഈശ്വര ദർശനത്തെ ചെയ്യണം, എല്ലാ കർമ്മങ്ങളും ഈശ്വരങ്കൽ അർപ്പിച്ച് ചെയ്യണം. സത്യം, ബ്രഹ്മചര്യം, അഹിംസ അതുകളെ പാലിച്ച് ജീവിക്കണം. അങ്ങനെ ഭഗവാനിലുള്ള ഭക്തി വർദ്ധിക്കും. അങ്ങനെയുള്ള സാധനാഭക്തിയെ കുറെ അനുഷ്ഠിച്ചു കഴിയുമ്പോഴോ ഭഗവത് പ്രേമ രൂപത്തിലുള്ള സാധ്യഭക്തി, നിർഗുണ ഭക്തി ഉണ്ടാകും. അങ്ങനെ ഭഗവത് കഥകൾ, ഗുണങ്ങളെ കേൾക്കുമ്പോൾ ആനന്ദാശ്രു, ഗദ്ഗതം, രോമാഞ്ചം ഇതെല്ലാം സാധ്യഭക്തിയുടെ പ്രാരംഭ ലക്ഷണങ്ങളാണ്. അല്ലയോ അസുരബാലന്മാരെ, ഇപ്രകാരമുള്ള ഹരിഭക്തി ഉണ്ടാകുവാൻ നിങ്ങളും ഭഗവത് കീർത്തനങ്ങളെ ഉച്ചത്തിൽ പാടുക. നാമകീർത്തനങ്ങളെ ലജ്ജ വിട്ട് ജപിക്കണം. ഭഗവാന്റെ മൂലമന്ത്രത്തെ എല്ലാവരും ജപിക്കണം. ഇങ്ങനെ പ്രഹ്ലാദൻ ഉപദേശിച്ചപ്പോഴോ ആ അസുരബാലന്മാരെല്ലാവരും കൂടി അതിൽ വിശ്വസിക്കുകയും അവരെല്ലാം ആ ചണ്ടാമർക്കന്മാരുടെ ഉപദേശങ്ങളെ വെറുക്കുകയും ചെയ്ത് ആ പ്രഹ്ലാദനോടുകൂടി ആ അസുര കുഞ്ഞുങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഉച്ചത്തിൽ നാമമന്ത്രങ്ങളെ ജപിക്കുവാൻ, മൂലമന്ത്രത്തെ ജപിക്കുവാൻ തുടങ്ങി. നമ്മളിവിടെ നോക്കൂ, ഇനിയും ആ തന്റെ അനന്യഭക്തനായ ഏകാന്ത ഭക്തനായ ആ പ്രഹ്ലാദനെ സംരക്ഷിക്കുവാനും അനുഗ്രഹിക്കുവാനും ഹിരണ്യകശിപുവിനെ അനുഗ്രഹിക്കാനും വേണ്ടി നമ്മുടെ സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയായ ശ്രീനാരായണ പരബ്രഹ്മം നരസിംഹ രൂപത്തില് അവതരിക്കാൻ പോകുന്ന ഭാഗമാണ് ഇനിയും നമുക്ക് ഈ ഭാഗവത ധ്യാനത്തില് ചിന്തിക്കുവാനുള്ളത്. ഇവിടെ നമുക്ക് ആ അസുരക്കുട്ടികളെ
ആ പ്രഹ്ലാദന്റെ ഉപദേശത്താൽ ആ മൂലമന്ത്രം നാമമന്ത്രം ജപിക്കാൻ തുടങ്ങിയ ആ നാമമന്ത്രത്തെ നമുക്കും ജപിക്കാം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. നാരായണ നാരായണ നാരായണ. അവരെല്ലാവരും കൂടി ആ നാമമന്ത്രം ജപിക്കുവാൻ തുടങ്ങി. നമുക്കും ജപിക്കാം. നാരായണ 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 നാരായണ.